ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LIT സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലനടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനപ്പുരത്ത് ഒരുപോലെയാണല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവരെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഭഗവാനോട് പറഞ്ഞായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുക. അത് കേട്ടപ്പോൾ പിന്നെ അവരോട് വലിയ സ്നേഹം അടുപ്പൊന്നും കാണിക്കാൻ പോകണ്ട കേട്ടോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുകയും ചെയ്തേ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി വെച്ചു. അതിന് മാത്രം തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. അത് ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് ദൈവത്തെ ഓർത്ത് അവരറിയിക്കാൻ നിൽക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ തലയായിട്ട് അപ്പോഴാണ് രണ്ടുപേരും കൂടി നടന്നു വരുന്നതും ഇവരെ കാണുന്നതും. ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നയന ആദർശനെ വിളിച്ച് ഇവരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആരെ കാണണമെന്ന് ആഗ്രഹിച്ചോ അവരെ ദൈവം തന്നെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് ആദർശ നേരം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. മുത്തശ്ശൻ അന്നേരത്തേന് ഇവരുടെ മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര അഭിനയം. മുത്തശ്ശ എന്നും പറഞ്ഞ് വിളിച്ചു. വീട്ടിൽ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവരോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ ആദർശനോട് പറയുക. താ വാടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തോർത്ത്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് സ്നേഹത്തോടെ നോക്കാമായിരുന്നു മുത്തശ്ശന് എന്ന് നയന പറയാം. എന്നോട് ദേഷ്യം കാണും, ഇവളോട് അത് കാണിക്കേണ്ട കാര്യം എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല മോനെ, ഇപ്പം ഇതാ സ്വഭാവം എന്ന് ആദർശനോട് മുത്തശ്ശി പറയാം. നിത്യേന ആ AN ജ്വല്ലറിയുടെ പരസ്യമൊക്കെ വരുമ്പോഴേ പത്രത്തിൽ നോക്കി ചിന്തിച്ചിരിക്കുന്നത് കാണാമെന്നും പറഞ്ഞു. മുത്തശ്ശി നമ്മൾ തിരിച്ചു വരും, എല്ലാവർക്കും സംഭവിച്ചേക്കാവുന്ന ഒരു തകർച്ച നമുക്കും ഉണ്ടായി, അത് താൽക്കാലികം മാത്രമാണെന്ന് പറയുമ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോൾ വന്നത് ബിസിനസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല, മുത്തശ്ശൻ്റെ ജന്മമാസമല്ലേ. എന്നോട് എത്ര വെറുപ്പായാലും ഞാൻ ആദ്യമായി ആരാധിച്ചത് എൻ്റെ മുത്തശ്ശനെയാണെന്ന് ആദർശ് മുത്തശ്ശിയോട് പറയുന്നു. ആ മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്യാനാണ് ഞാൻ വന്നത് എന്നും ആദർശ് മുത്തശ്ശിയോട് പറയാം. അപ്പം ഞാൻ ഓർമ്മിപ്പിച്ചതല്ലാട്ടെ മുത്തശ്ശി, ആദർശേട്ടൻ തന്നെയാണ് പറഞ്ഞത് ഈ മാസം മുത്തശ്ശൻ്റെ ജന്മമാസമാണ്, അതുകൊണ്ട് ഈ ദിവസം അമ്പലത്തിലേക്ക് പോകണം എന്ന്. എന്തായാലും അങ്ങനെ വന്നത് നന്നായില്ലേ നയനെ, നമുക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കാണാൻ പറ്റിയില്ലേ എന്ന് ആദർശ് ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പം മോളിതൊക്കെ കണ്ടിട്ട് മനസ്സ് നോവിക്കരുത് കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കാം. മോനൊപ്പം നിന്നില്ലെങ്കിൽ മോൾക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടാ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ മോളോട് പോയിക്കോളാൻ പറഞ്ഞതെന്നുള്ള കാര്യവും മുത്തശ്ശി പറയണം. എങ്കിലും മോനെ, നിൻ്റെ ഈ തിരക്കിനിടയിൽ മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ എന്നിങ്ങനെ പറയുവാണ്. അതുപോലെ തന്നെ മോളെ തന്നെ നോക്കിക്കൊള്ളണം കേട്ടോ എന്നും പറഞ്ഞു. ഇപ്പം ആർക്കും മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല, മോൾക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ കേട്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മുത്തശ്ശനെ നേരം വണ്ടിയുടെ കണ്ണാടിയിലൂടെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. പിന്നെ രണ്ടാളും പോയതിനു ശേഷമേ അവൾക്ക് ശരിക്കും ഉറക്കം പോലും ഇല്ല എന്നുള്ള കാര്യങ്ങളും മുത്തശ്ശി പറയുവാണ്. എന്ന് പിന്നെ മക്കൾ ചെല്ല്, കൂടുതൽ സമയം സംസാരിച്ചാലേ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമാകും എന്നും പറഞ്ഞ് മുത്തശ്ശി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. മുത്തശ്ശി ഒന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിനാണോ അവർ വന്നതെന്ന് വണ്ടിയെ കയറി ചെന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കും. അല്ല, ഇദ്ദേഹത്തിൻ്റെ ജന്മമാസമാണല്ലോ കുംഭമാസം, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. മുത്തശ്ശനിങ്ങനെ സങ്കടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി കൊച്ചുമോൻ ശയനപ്രദക്ഷിണം ചെയ്യുന്നുണ്ടെന്ന കാര്യവും പറഞ്ഞു. അപ്പോഴെല്ലാം മുത്തശ്ശൻ്റെ കണ്ണുകളിങ്ങനെ നിറയുന്നുണ്ട്. മുത്തശ്ശൻ കൊച്ചുമോന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുന്നു, തിരിച്ചും അങ്ങനെ തന്നെ നടത്തുന്നു. മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ലേ. രണ്ടാളും തമ്മിലുള്ള സ്നേഹം എത്രയാണെന്ന് ദൈവം കാണുന്നുണ്ടെന്നും പിന്നെ ഇപ്പം ഞാനും അത് കാണുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോഴും മുത്തശ്ശിന് കരച്ചിൽ വരിക. മുത്തശ്ശിനെ ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിങ്ങനെ അവിടെ ഇരിക്കും ആദർശിനെ പറ്റി ആലോചിച്ച്. പക്ഷേ അത് പരസ്പരം അറിയില്ലല്ലോ. അതിപ്പോൾ അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നും അവൻ്റെ നന്മയ്ക്ക് അത് അങ്ങനെ തന്നെ വേണം, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും അത് അങ്ങനെ തന്നെ വേണമെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയും. അവൻ എന്തായാലും ശയനപ്രദക്ഷിണം ഒന്നും നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ രാവിലെ അവൻ അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ അവൻ ആകെ ക്ഷീണിച്ചായിരിക്കുന്നത്, എനിക്ക് കണ്ടതേ മനസ്സിലായെന്ന് പറയുമ്പം അതിപ്പോൾ അവനോട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശനോട് പറയാം. പോകാം എന്നും പറഞ്ഞ് ഡ്രൈവറോട് പറഞ്ഞു. ഡ്രൈവർ വണ്ടി എടുത്ത് അങ്ങ് പോയി. അതിനുശേഷം ആദർശം നയനയും കൂടി അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ തിരുമേനി അങ്ങോട്ടേക്ക് വന്നവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു. അപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പം കണ്ടായിരുന്നു. മുത്തശ്ശൻ ചെറിയ പിണക്കത്തിലാണെന്ന് പറഞ്ഞപ്പം ഞാൻ തലയാട്ടി അദ്ദേഹം. അപ്പം മുത്തശ്ശന് വേണ്ടി ഒരു ശയനപ്രദക്ഷിണം നടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറിൻ്റെ മുത്തശ്ശൻ
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പോൾ നയനെ ആദർശം ഇങ്ങനെ നോക്കുക, അതെന്താ നിർത്തിക്കളഞ്ഞത്? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ഇത് മുത്തശ്ശൻ്റെ ജന്മമാസമാണ്, പൂരമാണ് നക്ഷത്രം എന്നൊക്കെ പറയുമ്പം അതൊക്കെ അറിയാം, അന്ന് അന്നദാനം ഉൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയും. അന്നേ ദിവസം എൻ്റെയും കാര്യമായിട്ട് എൻ്റെ ഭാഗമായിട്ട് നടത്തണം, വിശേഷാൽ പൂജകളും ഒക്കെ നടത്തണമെന്നും ആദർശ് പറയാം. അപ്പം ചുറ്റുവിളക്ക് നടത്തണമെന്നും നയന പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. സാറിൻ്റെ അമ്മ വന്ന് ഇവിടെ പൂജ നടത്തുന്നത് മരുമോൾക്കും കൂടി വേണ്ടിയിട്ടാണെന്നും കൂട്ടത്തിൽ മോന് വേണ്ടിയിട്ടും നടത്തുന്നുണ്ടെന്ന കാര്യവും ഈ തിരുമേനി ഇങ്ങനെ അന്നേരം അവിടെ വെച്ചിങ്ങനെ പറയണം. അപ്പോൾ ആദർശം നയനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. എന്തായാലും കുടുംബത്തിൽ നിന്ന് സാറ് മാറി താമസിക്കുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ടി വന്നു. മുത്തശ്ശൻ്റെ മനസ്സമാധാനം ഞാൻ കുറേ തല്ലിക്കെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ഈ ശയനപ്രദക്ഷിണം ഞാൻ നടത്തുന്നതെന്നുള്ള കാര്യവും ആദർശ് ഇങ്ങനെ ഇദ്ദേഹത്തിനോട് പറയാം. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി. ആദർശം പിന്നെ ഡ്രസ്സൊക്കെ മാറി ശയനപ്രദക്ഷിണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യപ്പം കൊച്ചുമോനെ പറ്റി ആലോചിച്ച് വണ്ടിയിലിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അതിനുശേഷം പിന്നെ ചന്തുമോളും അതുപോലെ അബിയും കൂടെ പുറത്തിറങ്ങിയ എല്ലാത്തിനും പോലെ. അപ്പോഴത്തേക്ക് അബിയുടെ കയ്യിലിരുന്നുകൊണ്ട് ചന്തുമോൾ ഒന്ന് ഒമിറ്റ് ചെയ്തു. എന്താ ഇത് അച്ഛേ, ഞാൻ അപ്പോഴേ പറഞ്ഞു എല്ലാം കൂടെ കുത്തി കയറ്റിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഷർട്ട് മുഴുവനായെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് ചൂടാവും അബി. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അതുവഴി വരിക. അബി കൊച്ചിനെ വഴക്ക് പറയുന്നതെല്ലാം കണ്ടുകൊണ്ടാണ് വരുന്നത്. ഈ കൊച്ചിനോട് കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് വന്ന് നമ്മുടെ ആദർശവും നയനയും അപ്പോൾ അവരും അതുവഴി വന്നു. കാലി കയറി ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ വഴിയിൽ വെച്ച് ആ കൊച്ചിനെ ഈ നയനെ അബി ഉപദ്രവിക്കുന്നത് ഇവർ കാണുന്നത്. ഭക്ഷണം മതിയാകുന്ന വരെ കഴിച്ചാൽ പോരെ, എന്തിനാ എല്ലാം കൂടെ വാരി കയറ്റിയിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവനവൻ്റെ മകളെയും കൊണ്ട് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ എന്ന് ആദർശ് പറയുമ്പം നല്ല മനസ്സോടെ ആയിരിക്കില്ല അവൻ മോളെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അമ്മ നിർബന്ധിച്ച് കാണും എന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയാം കേട്ടോ. എൻ്റെ ഡ്രസ്സെല്ലാം അങ്ങ് നശിപ്പിച്ചു. അപ്പോഴത്തേക്കും എന്താടാ നീ എന്താ കൊച്ചിനോട് ഒച്ച വയ്ക്കുന്നതെന്ന് ചോദിച്ചു ആദർശ്. അല്ല ഏട്ടനേട്ടത്തി ഇവിടെ പോയിട്ട് വരുമെന്ന് ചോദിച്ചേ. അപ്പോൾ കൊച്ച് ഛർദ്ദിച്ചിങ്ങ് നിൽക്കാം. നെറ്റിയിലെ ചന്ദനക്കുറി കണ്ട അറിയില്ലടാ എവിടെ പോയതാണെന്നോ. അയ്യോ അമ്പലത്തിൽ പോയതായിരുന്നല്ലേ, ഇതേ ഏട്ടത്തി ഇത് കണ്ടോ, ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതാ, അതല്ല ഇപ്പോൾ ദേ എൻ്റെ ഷർട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒമിറ്റ് ചെയ്തൊക്കെ തൂത്തും തുടച്ചു നമ്മുടെ നയന കൊച്ചിനെ ഓക്കെ ആക്കി എടുക്കുകയാണ്. അബിക്ക് എന്തോ അല്ലേ, അതിനെന്താണ് കുഴപ്പം, കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ചിലപ്പോൾ ഇതുപോലെ വോമിറ്റ് ചെയ്യുന്നതൊക്കെ വരുമെന്നും പറഞ്ഞുകൊണ്ട് നയന എടുത്തിട്ട് കൊടുത്തു. ആ സമയത്ത് വെറുപ്പോടെ മുഖം തിരിക്കാതെ സ്നേഹത്തോടെ പെരുമാറുകയാടാ വേണ്ടതെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ അങ്ങനെ തന്നെ പെരുമാറിയത് ഏട്ടത്തി എന്ന് അഭി അന്നേരം നയനയോട് പറയാം. എടാ കുഞ്ഞിൻ്റെ വാ കഴിക്കടാന്ന് പറഞ്ഞു. അതിന് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഭി വെള്ളം എടുക്കാൻ പോയി. പിന്നെ നയന കൊച്ചിനോട് അതൊക്കെ ചോദിക്കാം. അപ്പോൾ അവൻ്റെ കൂടെ കൊച്ചിനെ പറഞ്ഞു വിട്ടതിൻ്റെ പ്രതികാരം വീട്ടിയതായിരിക്കുമെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും അവൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു. ചന്തുമോളുടെ വാ കഴിപ്പിക്കാം. നീ എന്താടാ കുഞ്ഞിന് മനസ്സിന് പിടിക്കാത്ത ഫുഡ് വല്ലതും ആണോടാ വാങ്ങിച്ചു കൊടുത്തേ? അയ്യോ മോൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതെന്ന് അഭി പറഞ്ഞു. അന്നേരം മോളെ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പം അല്ലാന്ന് പറഞ്ഞു ചന്തുമോള്. എന്ന് പറഞ്ഞു അഭി അന്തം വിട്ടിങ്ങനെ നിൽക്കും. അഭിക്കിട്ട് കിട്ടുമെന്ന് മനസ്സിലായി. ഇവൻ്റെ ഇഷ്ടപ്രകാരം വാങ്ങിച്ചു തന്നാണല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു ചന്തുമോള്. അപ്പോൾ അടിച്ചിട്ട് കാരണം പോയിക്കും കേട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെടുക. എടാ നീ എത്ര ചതിയും മഞ്ചനായിട്ട് നടന്നാലും കുഞ്ഞിൻ്റെ കാര്യം നോക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് ഒച്ച വയ്ക്കുക. ഞങ്ങളിപ്പോൾ വീട് വിട്ട് നിൽക്കുന്നത് നിനക്കൊരാശ്വാസമാണല്ലേടാ, പക്ഷേ മോളെ നീ വേദനിപ്പിച്ച ഞങ്ങൾ പോയതുപോലെ തന്നെ അങ്ങ് തിരിച്ചു വരുമെന്ന് നൈന ആദർശിന് മുന്നിൽ വെച്ച് പറയുക ഈ അബിയോട്. മോളെ ഇവനോ ഇവൻ്റെ അമ്മയോ മോളെ അടിക്കോ വഴക്കോ പറയുകയോ ചെയ്ത് അപ്പം തന്നെ ഞങ്ങൾ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ചന്തുമോള് തലയാട്ടി. നീ നിന്റെ ഭാര്യ എൻ ജ്വല്ലറിയിലേക്ക് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുകയാണെന്ന് അറിഞ്ഞു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതിനു മുന്നേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ. നിനക്ക് കള്ളക്കടത്ത് സ്വർണം വന്ന വഴിയാക്കാൻ നന്ദു കണ്ടെത്തിയിരുന്നു. നിന്നെ സഹായിച്ചവരെ അറസ്റ്റും ചെയ്തതാണെന്നുള്ള കാര്യം പറയുവാണ് ആദർശ്. പക്ഷേ അതിന് മുകളിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും ആദർശ് പറയുക. അപ്പം നീയും നിരീക്ഷണത്തിലാണെന്ന് നീ കൂട്ടിക്കോളാനും നയന പറയുക. നന്ദു ഇനി നിന്നെ അറസ്റ്റ് ചെയ്താൽ അവളുടെ എല്ലാ ദേഷ്യവും നിന്റെ നേരെ തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും നയന ഇവന് താക്കീത് കൊടുക്കുക. ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചതും ഞങ്ങൾ വീട് വിട്ടു പോയതും ഒക്കെ ഞങ്ങളെക്കാളും വേദനിപ്പിച്ചിരിക്കുന്നത് അവളെയാ. അത് നീ മറന്നു പോകരുത്. പറഞ്ഞു മനസ്സിലായോടാന്ന് ചോദിച്ചു. മോളെ അമ്മ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിക്കുകയാണ്. മോൾക്ക് എന്ത് വേണമെങ്കിലും മോളുടെ മുത്തശ്ശിയോട് പറയണം കേട്ടോ. അപ്പോൾ മോളുടെ കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നീ തൽക്കാലം ഇപ്പോൾ അവിടെ നിൽക്കേ. പിന്നെ ഭാര്യ വലിയ മോഡലായതുകൊണ്ട് ഭാര്യയുടെ ചിലവിൽ കഴിയുന്നവർക്ക് മടിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയാം. നേരം മോളെ ഞങ്ങൾ പോട്ടെ ടാറ്റാ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. ഇപ്പോൾ അബി ഇങ്ങനെ ഇവരെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു കൊച്ചിനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ
അവിടെ ആലോചനയായിട്ട് നിൽക്കുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വന്നപ്പോൾ ദേവയാനി ഓടി ഇവരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛനും അമ്മയും ഇത്രയും പെട്ടെന്ന് വന്നോ എന്നും ചോദിച്ചു. പിന്നെ എന്താ ഞങ്ങൾ നാട് വിട്ട് പോണോ എന്ന് ദേവയാനിയോട് ചോദിക്കുക കേട്ടോ. അന്നേരം മുത്തശ്ശി, അല്ല ഇപ്പം ആദർശ് കമ്പനിയുടെ MD അല്ല, അവർ രണ്ടുപേരും വീട് വിട്ട് പോവുകയും ചെയ്തു. പിന്നെ എന്തിനാ അച്ഛാ അവരോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ കലി കയറിയതുപോലെ തലയെടുപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുക മുത്തശ്ശൻ. അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അച്ഛൻ ഒന്നും സംസാരിച്ചുകൂടായിരുന്നോ എന്ന് ദേവയാനി ചോദിക്കുക കേട്ടോ. അതിനൊന്നും മുത്തശ്ശൻ മിണ്ടുന്നില്ല. അച്ഛൻ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ജന്മമാസമായിട്ട് അച്ഛന് വേണ്ടി തൊഴാനാണ് അവർ രണ്ടുപേരും അമ്പലത്തിൽ വന്നത്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ടെന്ന് പറഞ്ഞപ്പോഴും മുത്തശ്ശൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ആദർശ് അച്ഛന് വേണ്ടി ശയനപ്രദക്ഷിണം വരെ നടത്തിയെന്നും പറയുമ്പം ഇദ്ദേഹവും എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തോന്ന് നമ്മളോട് മുത്തശ്ശി ചാടി ഒച്ച വെച്ചു. ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, കമ്പനിയിലുണ്ടായിരുന്നവരെയൊക്കെ വഴിയിൽ വെച്ച് കാണുമ്പോൾ എനിക്ക് മുഖം തിരിച്ചു പോകാനേ പറ്റൂ, അല്ലാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും എൻ്റെ കമ്പനി താഴ്ത്തി കിട്ടിയവരെ ഇയാൾ നിർബന്ധിച്ചിട്ടും ഏതാണ്ടൊക്കെ ഞാനൊന്ന് സംസാരിച്ചു. അപ്പം എന്തിനാ അച്ഛാ അവരോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ പരാജയപ്പെട്ട കൊച്ചുമോനാണ് ആദർശ്. അവനിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം അവൻ തന്നെ ഇല്ലാണ്ടാക്കുകയും ചെയ്തു. എനിക്കിനി അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ, ഇങ്ങനെയൊക്കെ പെരുമാറൂ. അച്ഛൻ നയനയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതെ കുഞ്ഞുണ്ട്. നാളെ നിന്റെ മരുമോള് അമ്മയാകും. അവൾക്ക് ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ നോടിപ്പോയത്. ഇപ്പോൾ അവൾ ഭർത്താവിൻ്റെ അരികിലാണ് ജീവിക്കുന്നതും. എന്തൊക്കെ പറഞ്ഞാലും അവരെ കണ്ടപ്പോൾ അച്ഛൻ ദേഷ്യത്തിൽ പോകുന്നത് അവനെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതാ മോളെ, എന്തെങ്കിലും 2 വാക്കൊന്നും സംസാരിക്കാൻ ഇദ്ദേഹമാണെങ്കിൽ കേട്ടില്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശനെ നേരെ ഇവിടെ വെച്ച് പറയാം. അമ്പലത്തിലേക്ക് പോയപ്പോൾ ആരെ കാണണ്ടെന്നാണോ ഞാൻ ആഗ്രഹിച്ചത്, അവർ തന്നെ എൻ്റെ മുന്നിലേക്ക് വന്ന് പെട്ടു എന്നും അതെൻ്റെ ഭാഗ്യക്കേടാണെന്നും മുത്തശ്ശൻ പറയാം. അതും പറഞ്ഞ് മുത്തശ്ശനകത്തേക്ക് തുള്ളിച്ചാടി കയറിപ്പോയി ദേവയാനിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് ദേവയാനിയോട് സങ്കടഭാവം മുഖത്തേക്ക് വരുത്തി ഇങ്ങനെ നിൽക്കണു. അമ്മയ്ക്ക് അച്ഛനെ പറഞ്ഞൊന്ന് തിരുത്താൻ പറ്റില്ലേ അമ്മയെന്ന് ചോദിച്ചു കേട്ടോ ദേവയാനി. അമ്മയുടെ മുന്നിൽ മാത്രം അച്ഛനൊന്ന് തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇത്രയും ദേഷ്യം കാണിക്കാൻ ആദർശമോൻ എന്ത് തെറ്റാ അമ്മ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായെന്നിരിക്കട്ടെ, അതിനവനെ നന്നായി ശിക്ഷിച്ചില്ലേ. എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ മോളെ. പ്രായമാകും തോറും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതൊക്കെ നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. എനിക്കാണെങ്കിൽ എൻ്റെ മോനെയും മോളെയും കാണാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അമ്മ ഞാൻ കടന്നു പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് അങ്ങനെ തന്നെയാണ് മോളെ. എന്ത് ചെയ്യാനാ, സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞു മുത്തശ്ശി. പിന്നെ നയനമോളുടെ പ്രസവം വരെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെ പോട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് ദേവയാനി അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആദർശം നയനയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ റൂമിലിരിക്കുന്നു. ആദർശമാണെന്നുണ്ടെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന വന്നു ചായയായിട്ട്. നയന ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോൾ നവ്യ നിൽക്കുന്ന ഒരു വലിയ പരസ്യം. വിഷുവിന് മുന്നേ തന്നെ ലോഞ്ച് ചെയ്യാനാണ് പരിപാടി. അവർ ആ പുതിയ ഷോറൂം തുറക്കുന്നതെന്ന് പറഞ്ഞു. ഇവർ കിട്ടുന്ന ലാഭം മുഴുവനും ഇങ്ങനെ പരസ്യത്തിന് ചിലവാക്കുകയാണല്ലോ ആദർശേട്ടാ. മലയാളത്തിലെ ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് ആദർശ നയനയോട് പറയാം. നമ്മളും കൊടുക്കാറുണ്ട് ഓണത്തിന് വിഷുവിനൊക്കെ, പക്ഷെ ഇതെങ്ങനെയല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷനും ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ കൊണ്ടായിരിക്കും ചെയ്യിക്കുക. ഫ്രണ്ട് പേജിൽ ആഭരണങ്ങൾ അണിഞ്ഞ് നിൽക്കുന്നത് ആരാണെന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ നയനെ ചിരിച്ചു. എൻ്റെ ചേച്ചിയും സൂപ്പർ സ്റ്റാർ ആയി അല്ലേ ആദർശേട്ടാ. ഇതൊക്കെ അവർ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് നയനെ. ഇത്തവണത്തെ വിഷുവേ നമ്മളും മറക്കുന്നതാണ് നല്ലത് എന്ന് ആദർശ് നയനയോട് പറയുമ്പോൾ നയന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാം. അനിയ ഇപ്പം കമ്പനിയുടെ MD. അവനാണെങ്കിൽ അത്ര സന്തോഷത്തോടെയൊന്നും അല്ല ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നതും ഓരോന്ന് ചെയ്യുന്നതും. കമ്പനിക്ക് ഇടിവുണ്ടായാൽ അത് അവനെയല്ലേ ബാധിക്കുക എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നതിലൊരു ഉപദേശമുണ്ട്. സത്യസന്ധമായ വിജയങ്ങൾ മാത്രമേ നിലനിൽക്കൂ. നമ്മൾ PR തരത്തിലൂടെ അമിത പരസ്യത്തിലൂടെ നേടിയെടുക്കുന്നത് അത് പെട്ടെന്നങ്ങ് പോകും. അതിന് ആയുസ് കുറവാ എന്ന് ആദർശ് പറയുക. മൂർത്തി ജ്വല്ലറി കലർപ്പില്ലാത്ത സ്വർണം കൊടുത്താൽ ആ മേഖല കീഴടക്കിയത്. അവിടെ പണിക്കൂലിയൊന്നും വാങ്ങാതിരുന്നിട്ടില്ല എന്നും പിന്നെ സാധുക്കളായ ആൾക്കാരുണ്ട്, പെൺമക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി കടം വാങ്ങിയ പൈസയായിട്ട് വരുന്നവർ. അവർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അത് പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് ആദർശ് നയനയോട് പറയണേ. പക്ഷേ ഇവിടെ AN ജ്വല്ലറി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതൊക്കെ പിന്നെ പരസ്യമാകുന്ന കാഴ്ചയാണ് കാണാറുള്ളതെന്ന കാര്യവും. എന്തായാലും നമുക്ക് കിരണിനെയും കല്യാണിയെയും ഒന്ന് കാണണമെന്നുള്ള കാര്യം പറയാം.
എയിൻ ജ്വല്ലറി പന പോലെ വളരട്ടെ, അതുപോലെ തന്നെയായിരിക്കും അവരുടെ വീഴ്ചയും, അത് നീ ഓർത്ത് വെച്ചോ എന്ന് ആദർശ് നയനയോട് പറയണം. അങ്ങനെ ആരും അറിയാത്ത ആ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു രഹസ്യം കൈമാറി ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ നയനയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയും കണ്ടുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിരണിനെയും കല്യാണിയെയും കാണാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചെന്നു. അപ്പോൾ ഈ നാട്ടിൽ തന്നെ 2 ഷോറൂം തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കിരൺ പറഞ്ഞപ്പോൾ, പരസ്യങ്ങൾ നീ കണ്ടില്ലേ, രണ്ടാമത്തേതിൽ ഡയമണ്ട്സിൻ്റെ കളക്ഷൻസ് അവർ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിങ്ങൾക്കും റോളുണ്ട് കിരൺ എന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസ് ഏതെങ്കിലുമൊക്കെ പൂർത്തിയാകാറായി, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വർക്ക് നിങ്ങൾ ഏറ്റെടുത്തും കഴിഞ്ഞു. നീ നിൻ്റെ സോഴ്സും ഞാൻ എൻ്റെ സോഴ്സും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ വർക്ക് നേടിയെടുത്തിരിക്കുന്നതാണെന്നും വർക്ക് പുരോഗമിക്കുന്നതിനനുസരിച്ച് അവിടുത്തെ രഹസ്യങ്ങൾ പരമാവധി ചോർത്തിയെടുക്കാൻ വേണ്ടി കല്യാണിയോട് നീ പറയണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആദർശ് പറയുക. അപ്പോൾ വിപുലമായ കളക്ഷൻസൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ പരസ്യം കൊടുത്തിരിക്കുന്നത്. വിഷുവിൻ്റെ അന്ന് ലോൺ ചെയ്യുമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിനി മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുക പരസ്യം. അവർ പരസ്യത്തിന് വേണ്ടി എത്ര പൈസയുടെ വരി എറിയുന്നതെന്ന് ആദർശിനോട് കിരൺ ചോദിക്കുമ്പോൾ, കള്ളപ്പണം ഒരുപാടുണ്ട്, അത് വെളുപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ആദർശ് പറയണം. കള്ളക്കടത്ത് സ്വർണ്ണം ആയതുകൊണ്ടാണ് പണിക്കൂലി പോലും വാങ്ങാതെ സ്വർണം കൊടുക്കുന്നതെന്നും പറഞ്ഞു. പണിക്കൂലി കുറവാണെന്നും പറഞ്ഞാൽ ഇവിടെ പല ജ്വല്ലറികളും വന്നിട്ടുണ്ട്, അതൊക്കെ തുടങ്ങുന്നതിനേക്കാളും വേഗത്തിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യവും ആദർശ് പറയണം. അവിടെ പല സ്കീമുകളും തുടങ്ങിയിട്ടുള്ള ആൾക്കാരും പിന്നെ പെട്ടുപോയിട്ടുണ്ടെന്ന കാര്യവും പറയുക. പിന്നെ എന്നാലേ എയിൻ ജ്വല്ലറിയുടെ കാര്യം അതങ്ങനെയല്ല, അവർ ഈ മേഖല പിടിച്ചടക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പം, നിന്റെ മുത്തശ്ശൻ നേർവഴിക്ക് സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ എതിരാളികൾ എത്ര വളർന്നാലും അവരെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്ന വൃത്തികെട്ട കളിയൊന്നും അദ്ദേഹം കളിക്കില്ല എന്ന് കിരൺ ആദർശിനോട് ഇങ്ങനെ പറയണം. അന്നേരം എനിക്ക് പക്ഷെ നേരായ മാർഗത്തിൽ പോയാൽ സത്യങ്ങളൊന്നും അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിന് കുറച്ച് വളഞ്ഞ വഴിയൊക്കെ സ്വീകരിച്ചേ പറ്റൂ എന്ന് ആദർശ് കിരണിനോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് എയിൻ ജ്വല്ലറിയിലേക്ക് എത്താനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്യുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.